ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് കേരള ലഞ്ച് മെനു തിരിച്ചും ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ന് 90ാമത്തെ മെനു ആണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള 2 റെസിപ്പീസ് ആണ് ആസ് യൂഷ്വൽ. അപ്പോൾ കൂട്ടാൻ ഞാൻ ഉണ്ടാക്കിയത് തക്കാളിയും കൊടമ്പുളിയും തേങ്ങാപ്പാലും ഒഴിച്ചിട്ടുള്ള ഒരു കൂട്ടാനാണ്. പിന്നെ അതിന് കോമ്പിനേഷൻ ആയിട്ട് കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു തോരൻ. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ സാലഡും പിക്കിളും പപ്പടമൊക്കെ വെച്ചിട്ട് നമ്മുടെ സിമ്പിൾ മീൽ റെഡി ആയിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ മീൽസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പീസിലേക്ക് കിടക്കാം. ആദ്യം ഉണ്ടാക്കുന്ന തക്കാളിയും തേങ്ങാപ്പാലും ഉള്ള കറിയാണ്. അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഉലുവ ചേർക്കുക. ഉലുവ ഒന്ന് ചോക്കുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് കറിവേപ്പില ചേർക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി ഇത്രയും അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കുറച്ച് നേരത്തേക്ക്. നല്ലപോലെ വഴഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ പൊടിയായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. മസാലയുടെ പച്ചമണം പോണ വരെ നന്നായിട്ട് വഴറ്റുക. അപ്പോൾ കറിക്ക് ആവശ്യമുള്ള കുടംപുളി കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും കുടംപുളിയും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ കവർ ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിക്കണം. അതിന് മുമ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കുറുകി വരുന്നവരെ നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ തക്കാളി തേങ്ങാപ്പാൽ കറി റെഡിയാണ്. അപ്പം ഇനി അടുത്ത റെസിപ്പിയിലേക്ക് പോവാം. അപ്പം അടുത്തതായിട്ട് ഉണ്ടാക്കിയത് കുമ്പളങ്ങയും കൊണ്ടുള്ള തോരനാണ്. അപ്പം അതിനായിട്ട് കുമ്പളങ്ങ ഇങ്ങനെ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തേങ്ങ, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ചതച്ചെടുത്തത് അതിലേക്ക് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക്, ഉഴുന്നും പരിപ്പും കൂടെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അത് കഴിയുമ്പോൾ ചുവന്ന മുളക് ആഡ് ചെയ്യുക. ഇത് കരിവേപ്പില ആഡ് ചെയ്യുക. ഇനി നമ്മൾ കുമ്പളങ്ങയിൽ മിക്സ്ചർ തേങ്ങയുടെ മിശ്രിതം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം കുമ്പളങ്ങ കുക്കാവുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ചു നേരമായിട്ട് വെന്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഒരു 5 മിനിറ്റ് നേരം കൂടെ ഇത് കുക്ക് ചെയ്യണം. കുമ്പളങ്ങ നന്നായി വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയാണ്. അപ്പോൾ ഈ 2 സിമ്പിൾ റെസിപ്പീസ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.